നമ്മൾ ജിഞ്ചേന്ന് വില്ലേജിലേക്ക് വന്നത് വില്ലേജ് ഒന്ന് കാണാനും നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനും വേണ്ടിയായിരുന്നേ. ഇത് ജിഞ്ചേന്ന് ഒരു 5 കിലോമീറ്റർ, ടൗണിൽ നിന്ന് 5-6 കിലോമീറ്റർ ദൂരമുണ്ട്. മുസോക്ക എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. ഓക്കെ, ഞങ്ങൾ ഇവിടുത്തെ വീടുകളും ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ അറിയിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോ വഴി അറിയിക്കാം. ഓക്കെ, നമ്മൾ ഓഫ് റോഡിൽ കൂടെ വില്ലേജിലേക്ക് ഒന്ന് പോവുകയാണേ. വില്ലേജിലെ കാഴ്ചകൾ കാണിക്കാം. ഇതാണ് ഇവിടുത്തെ വഴി, ഓഫ് റോഡ്. നല്ല ഓഫ് റോഡാണ്, ഓഫ് റോഡ് വഴിയുള്ള യാത്രയാണ്. ഞാൻ പുറത്തിറങ്ങി ഇത് വില്ലേജിലേക്ക് നമ്മൾ വരുന്ന വഴിക്ക് ഇഷ്ടി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിലെ ചുടുകട്ട ഇഷ്ടിയക്കളമാണ്. വാഴയുണ്ട്, ചക്കയുണ്ട്, മാമ്പഴമുണ്ട്, എല്ലാം അവൈലബിൾ ആണ്. ആട്ടുമാമയുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ച. ഈ വില്ലേജ് ഫുള്ള് ഇഷ്ടി ഉണ്ടാക്കുന്ന ആളുകളുടെ സ്ഥലമാണേ. അതുകൊണ്ട് ഒരുപാട് ഇഷ്ടിക കളങ്ങളുണ്ട്. എല്ലാം വില്ലേജ് വ്യൂ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ജിഞ്ചയിലെ. ഇത് ഇവിടുത്തെ ഒരു കടയാണ് ഈ കാണുന്നത്. വില്ലേജിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു വീട്. ചുടുകട്ട ഉണ്ടാക്കുന്ന ആളുകളുടെ ഒരു വില്ലേജാണ് ഇത്. ആ ഒരു ട്രൈബ്സ് ആണ് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് കൂടുതലും ചുടുകട്ടയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. So we can come left. Our home is over there. Also my mom makes bricks, but you can maybe park here and we sit. Where I can park? നമ്മള് വില്ലേജിൽ വന്നതായിരുന്നേ. ഞാൻ വന്ന വഴിക്കെല്ലാം നമ്മൾ കാണിച്ചില്ല ചുടുകട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു. ഇപ്പോൾ ഏകദേശം 2:30-3 മണിയായി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. വീട്ടിൽ നിന്ന് നമ്മൾ ഇഡലി, ദോശ, സാമ്പാർ, ചിക്കനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ കഴിക്കാൻ പോവാണേ. നമ്മുടെ വണ്ടിയുടെ മുകളിൽ വെച്ച് കഴിക്കുക. അജിയ ഉണ്ട്, അജിയയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇച്ചായനുണ്ട്, കുക്കും ഉണ്ട്. നമ്മളെല്ലാവരും ഫുഡ് എടുത്ത് കഴിക്കാൻ പോകും. നല്ല അറ്റ്മോസ്ഫിയർ, അടിപൊളി. ഇതൊരു വില്ലേജിലെയാണ്. നമ്മളിപ്പോൾ വന്ന വഴിക്ക് ചുടുകട്ടയൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചയൊക്കെ കണ്ടായിരുന്നല്ലോ നമ്മളൊരു ഓഫ് റോഡിൽ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് നമുക്ക് പരിചയമുള്ള, അതായത് നമ്മുടെ അജിയയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഇവിടുത്തെ ഇത് കുറച്ച് അങ്ങോട്ട് ചോളമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. വില്ലേജിലൊരു വീട്ടിൽ അവരുടെ അനുവാദത്തോടെ നമ്മൾ ആദ്യമായിട്ട് കയറുക കേട്ടോ. അപ്പോൾ ഇച്ചാനും കുക്കും ചെന്ന് കയറി. ഇവരും ചുടുകട്ട ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ചുടുകട്ടയൊക്കെ അവരുടെ ബിസിനസ്സാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് ചുടുകട്ട. നമ്മുടെ നാട്ടിലെ കട്ട പോലെ തന്നെ, പക്ഷെ മണ്ണിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് അടുക്കി സെയിലിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. കുക്കു ഇവിടെയുണ്ട്. വീഡിയോയുടെ നമ്മളിപ്പോൾ വന്നല്ലോ, അതിൻ്റെ മേൽക്കൂരയാണ്. ഇവിടെയുള്ളവരെല്ലാവരും ഇങ്ങനെയാണ് ഇതിൻ്റെ മേൽക്കൂര ഉണ്ടാക്കുന്നത്. നല്ല കട്ടിയുള്ള കമ്പുകളൊക്കെ ആയിട്ട് ഇത്രയും മുകളിലോട്ട്. ഇവിടെ കറണ്ടില്ല, ഇവിടെ കറണ്ടില്ല. ഇതാണ് കേട്ടോ ഇവരുടെ ഒരു സിറ്റ് ഔട്ട്, ലിവിങ് റൂം. ഇത് കണ്ടോ, ഇത് ഇവരുടെ കിച്ചണാണ് ഈ കാണുന്നത്. ഇതൊരു റൂമാണ്. ഇത് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് വേറെ റൂംസ് ഒക്കെ ഉണ്ട്. ഇതൊരു റൂമാണ്. ഇതൊക്കെ വില്ലേജിലെ കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ ടിൻസ്. ഇവർക്ക് ടിൻസ് 2 കുട്ടികളുണ്ട്. അവരുടെ റൂമാണ്. മമ്മ ഓരോ റൂംസും കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു റൂമാണ്. ഇതൊക്കെ
ബാത്റൂംസ് ആണ്, പക്ഷെ ഇവർ യൂസ് ചെയ്യണില്ല. ഇതൊരു റൂമാണ്, ഇത് ഇവർ ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു വലിയ റൂമാണ്. വാഴയൊക്കെ ഒത്തിരി നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ട്, ഇതൊക്കെ ഇവരുടെ സ്പേസാണ്. അവിടെ കട്ട ഉണ്ടാക്കണുണ്ട്. നോക്കട്ടെ, നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണാം. അങ്ങനെ നമ്മൾ കട്ടക്കളത്തിലെത്തി. വില്ലേജിലെ പുതിയ കട്ട ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സെയിം കേട്ടോ. നന്നായിട്ടുണ്ട്. നല്ല വെയിലാണ്. 3 മണി 3:30 ആയി, എങ്കിലും നല്ല വെയിൽ. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുട്ടെടുത്ത കട്ടയുണ്ട്. പയ്യൻസ് കട്ട ഉണ്ടാക്കുകയാണ്. അടിപൊളി. കട്ട സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. 3 കട്ട അടിച്ച കേട്ടോ. ഇതിൻ്റെ മോൾഡുണ്ട്. പിന്നെയും വന്ന് നനച്ചിട്ട് വീണ്ടും ഉണ്ടാക്കുക. ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കട്ട ഉണ്ടാക്കുമെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത്. നന്നായിട്ടുണ്ട്. നല്ല അടിച്ചുറപ്പിച്ചാണ് ചെയ്യുന്നത്. അധികം സമയമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് അത്രേ ഉള്ളൂ. ചെളിയല്ല ഇവിടെയുണ്ട്. ഇവിടെ മുഴുവൻ കട്ട ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ കട്ടക്കളത്തിൽ വന്ന് കട്ടയൊക്കെ കണ്ടു.